ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബാബ്സ് മന്ദിറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഒരു 4:30 ആയപ്പോഴാണ് നമ്മളവിടെ ചെന്നത്. ചൊവ്വാഴ്ച ദിവസമാണ് നമ്മളവിടെ ചെന്നത് കേട്ടോ. അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമിലെ അമ്പലത്തിൻ്റെ ഭംഗി അറിയാം, നൈറ്റ് ടൈമിലെ അമ്പലത്തിൻ്റെ ഭംഗിയും കാണാം കേട്ടോ. അങ്ങനെയാണ് ആ ഒരു ടൈം സെലക്ട് ചെയ്തത്. നമ്മൾ അങ്ങനെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് കുറേ നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം പതുക്കെ നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു റെസ്റ്റ് ഏരിയയും സുവനീറൊക്കെ വയ്ക്കുന്നൊരു സ്റ്റോറും ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലാണ് ഇത് ഈ കാണുന്ന നമ്മുടെ ചെരുപ്പ് അവിടെ ഓരോ റാക്കിലും വെക്കാം. അതിനുശേഷം നമുക്ക് ഫേസോ കയ്യോ കാലോ ഒക്കെ കഴുകിയിട്ട് അമ്പലത്തിനകത്തേക്ക് കയറാനുള്ളൊരു ചെറിയൊരു ഹോളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ അമ്പലത്തിൻ്റെ ചുറ്റും ചെറിയ ഒരു പൂള് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിറയെ നന്ദികേശന്മാർ ഇങ്ങനെ ഇരിപ്പുണ്ട് സൈഡിലൊക്കെ. അത് ഇങ്ങനെ വായിന്ന് വെള്ളം വരുന്ന രീതിയിൽ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് മണികളും തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് മണികൾ. നല്ല രസമാണ്, നല്ല വൈബാണ് അവിടെ നിൽക്കുമ്പോൾ കേട്ടോ. നമുക്ക് ഭയങ്കര ഡിവൈൻ ഫീൽ വരും ആ എല്ലാ മണികളും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മണി അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവിടെ. നമുക്കെല്ലാവർക്കും ആദ്യക്കൂട്ടിനെ കൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് മണിയൊക്കെ അടുപ്പിച്ച് നല്ല രസമാണ് അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ. ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ആധികാരികമായിട്ട് വിക്കിപീഡിയയിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ ബാബ്സ് മന്ദിർ ഉണ്ടല്ലോ, നമ്മുടെ വെസ്റ്റ് ഏഷ്യയിലെ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഫസ്റ്റ് ട്രഡീഷണൽ ഹിന്ദു സ്റ്റോൺ മന്ദിറാണ് കേട്ടോ ഇത്. നിങ്ങൾക്കറിയാം ഇവിടേക്കുള്ള ടെമ്പിൾ എങ്ങനെയാണെന്ന്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ആ ഒരു കല, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ സ്റ്റോൺ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ടെമ്പിളാണ് ഈ ഒരു ബാബ്സ് മന്ദിർ. 2019 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2024 ഫെബ്രുവരി മാസത്തിലാണ് ശ്രീ നരേന്ദ്രമോദി ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. മാർച്ച് 1 മുതലാണ് പബ്ലിക് കയറി തുടങ്ങിയത് കേട്ടോ. അതിന് മുമ്പ് ആൾക്കാരെ കയറുന്നുണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ഒഫീഷ്യലി മാർച്ച് 1 മുതലാണ് ആൾക്കാർ കയറി തുടങ്ങിയത് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് സാൻഡ് സ്റ്റോൺ ആണ്. പിന്നെ കൂടാതെ തന്നെ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളിലും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അകത്താണ് കൂടുതൽ അങ്ങനത്തെ വർക്കൊക്കെ കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇത് 7 ഗോപുരങ്ങളാണ് ഈ ഒരു ടെമ്പിളിനുള്ളത്. 7 ഗോപുരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ UAE-യിലെ 7 എമിറേറ്റുകളാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എമിറേറ്റ്സ് ചേർന്നതാണ് UAE. ആ 7 എമിറേറ്റ്സിന്റെ 7 ഗോപുരങ്ങളാണ് ഈ ഒരു ടെമ്പിളിന് ഉള്ളത് കേട്ടോ. പിന്നെ ഈ കാണുന്ന വർക്കൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരാതനമായിട്ടുള്ള മഹാഭാരതവും രാമായണവും നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഓരോ സ്റ്റോറീസുമാണ് ഈ കൊത്തി വെച്ചേക്കുന്നത്. എന്ത് ഫിനിഷിംഗ് ആണ്! ഇതെല്ലാം കൈകൊണ്ട് കൊത്തി വെച്ചേക്കുന്നതാണ്. കൂടാതെ തന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ബുർജ് ഖലീഫയും ഷെയ്ഖ് സായിദ് മോസ്കും എല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടില്ല കേട്ടോ. എന്ത് ഭംഗിയാ നോക്കി, ഓരോ വർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. നേരിട്ട് കാണാൻ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഭംഗിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് നേരിട്ട് കാണാൻ വേണ്ടി. ആ ഒരു വെണ്ണക്കല്ല് നല്ല ഭംഗിയായിട്ടാണ് ഓരോ വർക്കും അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ 7 മൂർത്തികളെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത്. 7 മൂർത്തികളെയാണ്. അതിൽ ഒന്നാമത്തേത് സ്വാമിനാരായൺ ആൻഡ് ഗുണാതിദാനന്ദ് സ്വാമിയാണ്. രണ്ടാമത്തേത് കൃഷ്ണനും രാധയുമാണ്. മൂന്നാമത്തേത് രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും പിന്നെ ശിവകുടുംബമാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് ശ്രീനിവാസ ആൻഡ് പത്മാവതി, അതായത് ശ്രീ വെങ്കടാചലപതി. പിന്നെ പുരി ജഗന്നാഥ്, സുഭദ്ര, ബലഭദ്ര. ലാസ്റ്റിൽ വന്നിട്ട് 7ാമത്തെ സ്വാമി അയ്യപ്പനാണ് കേട്ടോ. ഇങ്ങനെ 7 മൂർത്തികളാണ് ഇവിടെ ഉള്ളത്. ഇവരെ എല്ലാം തന്നെ മാർബിളിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ വെങ്കടാചലപതിയെ മാത്രം ബ്ലാക്ക് ഗ്രാനൈറ്റിലും പുരി ജഗന്നാഥ് കാസ്റ്റ് മെറ്റലിലും സ്വാമി അയ്യപ്പൻ പഞ്ചലോഹത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശബരിമലയിലെ അതേ ഒരു കോൺസെപ്റ്റാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 18 പടികളിൽ മുകളിലായിട്ടാണ് ഒരു ശബരിമല കൺസെപ്റ്റാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അയ്യപ്പനെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ആളെന്നുള്ള ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. വളരെ രസം ആണ് കാണാൻ വേണ്ടിയിട്ട്. രസം എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും ഒരു ഡിവൈൻ ഫീൽ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളങ്ങനെ ഉള്ളിൽ ജസ്റ്റ് എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ എല്ലാം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ചുറ്റിനും വെള്ളം പോണ്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ഈ ബാബ്സ് മന്ദിറിൽ വരണം എന്നുള്ളത്. ഇതിനേക്കാളും എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം കാണണമെന്ന്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാണാൻ വേണ്ടിയിട്ട്.
അതിനെയും കുറച്ചുകൂടെ ഒക്കെ പണികളൊക്കെ ഉണ്ടല്ലോ, മേളത്തെ ആ ദർബാർ ഹോളും എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം അവിടെ പോയി കാണണം. ഇതിന്റെ പണികളും കുറച്ചൊക്കെ ഇനിയും അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവര്. അപ്പം ഫിനിഷ് ചെയ്തതിന് ശേഷം അയോധ്യയിൽ പോകണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങി ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ, അകത്തുനിന്ന് ഇറങ്ങി. അപ്പോൾ 7:30 ഗംഗാ ആരതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഒരു അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഓപ്പൺ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു സിനഗോഗും വരുന്നു എന്ന് അറിഞ്ഞു. അത് ഈ ഒരു ഏരിയയിലാകാനാണ് ചാൻസ് കൂടുതൽ. അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ ഗംഗാരതിക്ക് താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി താഴേക്ക് പോവാണ്. ഗംഗാരതി ഇനി എങ്ങനെ, മറ്റേ ഒറിജിനൽ ഗംഗാരതി നമ്മൾ പീഡിക്കതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇവിടുത്തെ ഗംഗാരതി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന്. എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നേരെ കാണുന്നതാണ് കേട്ടോ പള്ളി, ക്രിസ്ത്യൻ ചർച്ച്. നേരെ ആ കണ്ട ഒരു കെട്ടിടമാണ് ക്രിസ്ത്യൻ ചർച്ച്. അങ്ങനെ നമ്മൾ ഗംഗാരതിക്ക് വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഗംഗാരതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ സെൻസർ വിളക്ക്, ചെറിയ വിളക്കുകൾ ഇപ്പൊ കിട്ടും. അപ്പൊ ഈ സെൻസർ അല്ല, ഇത് സ്വിച്ച് ഉണ്ട്. അപ്പൊ അത് ഓണാക്കി വെച്ചാൽ മതി. അങ്ങനത്തെ വിളക്കുകളാണ് ഇവിടുന്ന് നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവർക്കും തരും അവര്. നമ്മൾ തിരിച്ചത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഗംഗാ ആരതി ഇവിടുത്തെ. അവിടെ വലിയ ആരതി നടക്കും. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഗംഗാ ആരതി ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കതൊരു നല്ലൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടിട്ട് നമുക്ക് രസം തോന്നി. പിന്നെ ശരിക്കുമുള്ള ഗംഗാരതി ഒക്കെ ചെയ്തവരാണെങ്കിൽ ഇതാണോ ഗംഗാരതി എന്ന് ചിലപ്പോൾ തോന്നും കേട്ടോ. ഇപ്പൊ അമ്മ തന്നെ ആണെങ്കിലും, കണ്ണഞ്ചേട്ടൻ്റെ അമ്മ തന്നെ 1-2 വട്ടം ലൈഫിൽ ഗംഗാരതി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 2 തോന്നും കേട്ടോ. അതിലും കൂടുതലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതാണോ ഗംഗാരതി എന്ന് ചിലപ്പോൾ തോന്നാം. എനിക്കറിയില്ലടാ, അമ്മ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രസം, ഗംഗാരതി പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് ഓരോ പാട്ടൊക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ. നമുക്ക് നല്ലതാണ് അതൊരു. നമുക്ക് ആ ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ ആ ഒരു ഡിവോഷനിലൊക്കെ ഒന്ന് ഇരിക്കട്ടെ. നല്ല രസമാണിത്. നമ്മൾ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ അവർ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗംഗാരതി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചവിടെ വിളക്ക് കൊടുക്കണം കേട്ടോ. ആ സമയത്ത് ആദ്യക്കൂടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ കുറച്ചു നേരമൊക്കെ ആ വിളക്ക് കൈ വെച്ചോളാൻ അവിടുത്തെ പുള്ളി പറഞ്ഞു. പിന്നെ നമ്മൾ ബലം പിടിച്ച് തിരിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ വീണ്ടും മണികളൊക്കെ മുഴക്കി ആദ്യക്കൂട്ടിനെയും കൊണ്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. UAE-യിലുള്ളവരൊക്കെ മസ്റ്റായിട്ട് പോയി കാണണം കേട്ടോ. ഈ ഒരു ക്ഷേത്രം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ ബൈ.